ഹായ് എവരി വൺ, ഫണ്ടക്കേണിൻ്റെ അടുത്ത ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫണ്ണി വീഡിയോ കണ്ടൻറ്റുകളും ഫ്യൂച്ചറിസ്റ്റിക് ടെക്നിക്കൽ കണ്ടൻറ്റുകളും അതുവഴിയുള്ള ഏണിംഗ് പ്ലാറ്റ്ഫോമുകളെയും പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് ഫണ്ടക് ഏൺ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത ഏവർക്കും നന്ദി. തുടർന്നും എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് പോകാം. മിൻറ്റേഴ്സ് ഫോഴ്സിൻ്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ആ വീഡിയോയുടെ ബാക്കി ഭാഗമായിട്ട് തന്നെയാണ് ഈ വീഡിയോയും വരുന്നത്. അതുകൊണ്ട് ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം വേണം ഈ വീഡിയോ പൂർണ്ണതയിൽ കാണാൻ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോസിൻ്റെ ലിങ്കുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ പൂർണ്ണമായി നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. മിൻറ്റേഴ്സ് ഫോഴ്സ് ഇന്ന് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു നല്ല അടിപൊളി പ്രൊജക്റ്റാണെന്ന് തന്നെ പറയാം. നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്, നല്ലൊരു ആശയമാണ്. ഇത് ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് കൂടിയാണ്. നമ്മൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, നേരെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് തന്നെ പോവാം. ആദ്യം പറഞ്ഞു പോയത് ഒന്നും കൂടെ ഒന്ന് ഓടിച്ച് നമ്മളൊന്ന് പറഞ്ഞു പോവുകയാണ്. ഇവിടെ മിൻറ്റേഴ്സ് ഫോഴ്സിൽ 3 സബ്സ്ക്രിപ്ഷൻ പാക്കേജാണുള്ളത്. 10 USDT, 50 USDT, 200 USDT. ഇതിൽ 10 USDT എടുക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ആനുകൂല്യം എന്ന് പറഞ്ഞാൽ അവർക്ക് മിൻറ്റേഴ്സായിട്ട് മാത്രമേ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഒരു ഇൻവെസ്റ്ററായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് മിൻറ്റിങ് ചെയ്തുകൊണ്ട് കാശുണ്ടാകാം. എന്താണ് മിൻറ്റിംഗ് എന്നും എന്താണ് സ്റ്റേക്കിംഗ് എന്നും എന്താണ് മൈനിങ് എന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് അത് ഇപ്പം പറയുന്നില്ല. അപ്പം മിൻറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് എന്തുണ്ടാക്കാം? ഏൺ ചെയ്യാം. മിൻറ്റിങ്ങിൻ്റെ പാക്കേജ് കോൺട്രാക്റ്റ് എത്ര എണ്ണം ഉണ്ട്? ഇവിടെ ആദ്യത്തെ കോൺട്രാക്റ്റ് ഇപ്പം $10 എടുത്ത് പാക്കേജ് എടുത്ത് വരുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നത്. ആദ്യം ആ വ്യക്തി 1500 IMC കോയിൻ ലേണേഴ്സ് എന്ന് പറഞ്ഞ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തുകൊണ്ട് 7 ദിവസം കോൺട്രാക്റ്റ് സൈൻ ചെയ്യണം. അതിൽ ഓരോ ദിവസവും ആ വ്യക്തിക്ക് 15 IMC കോയിൻ വെച്ച് മിൻറ്റ് ചെയ്ത് ഏൺ ചെയ്യാം. ഓക്കെ. രണ്ടാമത് വീണ്ടും ആ 7 ദിവസത്തെ ലേണിംഗ് കോഴ്സിലേക്ക് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അത് ഒറ്റ പ്രാവശ്യമുള്ളൂ ലേണിംഗ് കോഴ്സ്. അത് 4 പ്രാവശ്യമെങ്കിലും ഓരോ ദിവസത്തെ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കമ്പൾസറിയാണ്. 4 ദിവസത്തെ ടാസ്ക് നമ്മൾ കമ്പൾസറി ആയിട്ട് ചെയ്തില്ല എങ്കിൽ വീണ്ടും റിപ്പീറ്റേഷനായിട്ട് നമ്മളത് 7 ദിവസത്തെ ലേണിംഗ് കോഴ്സ് കണ്ടക്ട് ചെയ്യേണ്ടി വരും. കോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ടാസ്ക്കാണ് ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു പോയതാണ്, എന്താണ് ടാസ്ക് എന്നും കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ $10 സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് കിട്ടുന്ന ആനുകൂല്യമാണ് അവർക്ക് മിൻറ്റിങ് ചെയ്തുകൊണ്ട് നേടാം? ഏൺ നേടാം. അതിൽ ഒന്നാമത്തെ മിൻറ്റിങ് കോൺട്രാക്റ്റാണ് 7 ദിവസത്തെ പാക്കേജ്. അതിൽ നമ്മൾ സ്റ്റേക്കിംഗ് കൊടുക്കേണ്ടത് 1500 IMC ആണ്. റിവാർഡായി നമുക്ക് കിട്ടുക പെർ ഡേ 15 IMC കോയിൻ വീതം നമുക്ക് റിവാർഡായിട്ട് മിൻറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ആ പാക്കേജ് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന 1500 IMC കോയിൻ സ്റ്റേക്കിങ്ങിൽ നിന്നും പുറത്തു വന്ന് നമ്മുടെ വാലറ്റിലേക്ക് വരും. ഓക്കെ. നമുക്ക് വീണ്ടും അടുത്ത കോൺട്രാക്റ്റ് സൈൻ ചെയ്യണമെങ്കിൽ അടുത്തത് 45 ഡേയ്സിൻ്റെ 6000 IMC കോയിൻ കൊടുത്തുകൊണ്ട് നമുക്ക് അടുത്ത മിൻറ്റിങ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ഡെയിലി ടാസ്ക് ചെയ്തു തുടങ്ങാം. അവിടെ ഒരു ദിവസം ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 25 IMC റിവാർഡായിട്ട് കിട്ടും. അങ്ങനെ 45 ഡേയ്സിൻ്റെ പാക്കേജാണ്. 45 ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൊടുത്തിരിക്കുന്ന 6000 സ്റ്റേക്കിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുന്ന 6000 കോയിൻ നമുക്ക് തിരിച്ചു വരും. കൂടെ 25 വെച്ച് ഡെയിലി കിട്ടുന്ന ആ ഒരു റിവാർഡും നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാം. അടുത്ത പാക്കേജ് ഈ പാക്കേജ് മുതൽ, അതായത് 45 ഡേയ്സിൻ്റെ പാക്കേജ് മുതൽ മുകളിലോട്ടുള്ള ഏത് പാക്കേജും നമുക്ക് റിപ്പീറ്റേഷൻ, അതായത് റീഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അതേ കോൺട്രാക്റ്റിൽ തന്നെ വീണ്ടും നമുക്ക് സൈൻ ചെയ്യാം. പക്ഷേ 7 ദിവസത്തെ ലേണിംഗ് കോൺട്രാക്റ്റ് മാത്രം നമുക്ക് റിപ്പീറ്റേഷൻ ചെയ്യാൻ സാധിക്കില്ല. അടുത്ത കോൺട്രാക്റ്റ് വരുന്നത് 15000 IMC സ്റ്റേക്കിംഗ് കൊടുത്തുകൊണ്ടുള്ളൊരു കോൺട്രാക്റ്റാണ്. അത് 120 ദിവസം ഉണ്ടാകും. അവിടെ നമുക്ക് IMC പെർ ഡേ മിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുക 60 IMC ആയിട്ടും റിവാർഡായിട്ട് നമുക്ക് ടാസ്ക് ചെയ്യുമ്പോൾ റിവാർഡായിട്ട് കിട്ടുക.
നമുക്ക് മിൻറ്റ് ചെയ്തെടുക്കുന്ന കറൻസിയെ ടാസ്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിവാർഡായിട്ട് ഏൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് വിശദാംശമായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു പോയതാണ്. അതുകൊണ്ടാണ് ഇപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പം 15,000 കോൺട്രാക്റ്റ് കഴിഞ്ഞാൽ അത് 120 ദിവസമാണ്. വേണമെങ്കിൽ നമുക്ക് വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്യാം. അതല്ലെങ്കിൽ കൂടുതൽ നമുക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, ഈ ഒരു പ്രൊജക്റ്റ് കൊള്ളാം, ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമില്ല, തരക്കേടില്ല, നമുക്ക് നല്ല രീതിയിലുള്ള ഏണിങ്സ് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ആൾക്കാർ വേണമെങ്കിൽ 30,000 അടുത്ത പാക്കേജായ 30,000 IMC സ്റ്റേക്ക് ചെയ്തുകൊണ്ട് ഡെയിലി മിൻറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് പെർ ഡേ 175 IMC വീതം പെർ ഡേ നമുക്ക് ഏൺ ചെയ്യാം. 300 ദിവസത്തെയാണ് ഈ കോൺട്രാക്റ്റിൻ്റെ കാലാവധി. ഇതിൽ ഏത് വേണമെങ്കിലും $10 എടുത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാം, $10 സബ്സ്ക്രിപ്ഷൻ പാക്കേജ് എടുത്തു വരുന്ന മിൻറ്റേഴ്സിന് ഈ 4 പാക്കേജിൽ 1, 2, 3, 4 പാക്കേജിൽ 4 കോൺട്രാക്റ്റിൽ ഏത് വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, 4 കോൺട്രാക്റ്റിൽ ഇവർക്ക് ഏത് വേണമെങ്കിലും അവർക്ക് സൈൻ ചെയ്തുകൊണ്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് റിവാർഡ് വാങ്ങാം. അതിന് പുറമെ ഇവർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ $10 സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് ഗ്ലോബൽ ടീമിൽ നിന്നും 10 പേരുടെ ആനുകൂല്യം കിട്ടും. നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പുള്ള 10 പേരും ജോയിൻ ചെയ്ത് കഴിഞ്ഞുള്ള 10 പേരിൽ നിന്നും അവർ എടുക്കുന്ന സബ്സ്ക്രിപ്ഷൻ്റെ, അവർ ഏത് സബ്സ്ക്രിപ്ഷൻ പാക്കേജ് ആണോ എടുക്കുന്നത് അതിൻ്റെ 0.5% USDT ആയിട്ടും 0.5% IMC കോയിനായിട്ടും അവർക്ക് കിട്ടും. ഇതാണ് $10 പാക്കേജ് എടുക്കുന്നവർക്ക്. ഇനി $50 പ്രൊമോഷൻ പാക്കേജ് എടുക്കുന്നവർക്കാണെങ്കിൽ, പ്രൊമോട്ടേഴ്സായിട്ട് വരുന്നവർക്ക് ഇതേപോലെ തന്നെ ഗ്ലോബൽ ടീമിൻ്റെ 10 പേര് മുകളിൽ നിന്നും 10 പേര് താഴത്ത് നിന്നും. അപ്പം ആദ്യത്തെ 10 USDT എടുത്ത് വരുന്നവർക്ക് 5 മുകളിൽ നിന്നും 5 താഴത്ത് നിന്നാണെങ്കിൽ, പ്രൊമോട്ടേഴ്സായി വരുന്നവർക്ക് മുകളിൽ നിന്നും 10 പേര് താഴത്ത് നിന്നും 10 പേർക്ക് ഏണിംഗ് ഇൻകം എല്ലാം റേഷ്യോ ഒക്കെ ഒരുപോലെ തന്നെ 0.5% വെച്ചിട്ട് USDTയും 0.5% വെച്ചിട്ട് IMCയും നമുക്ക് കിട്ടും. ഇവർക്കും ഈ പറഞ്ഞ പോലെ ഈ കോൺട്രാക്റ്റ് ഏത് വേണേൽ ചൂസ് ചെയ്യാം. അതായത് ആദ്യം ലേണിംഗ് എടുത്തു, പിന്നെ റെഗുലർ എടുത്തു, പിന്നെ പ്രാക്ടീസ് എടുത്തു, അങ്ങനെ പോവാം. ഈ ലാസ്റ്റത്തെ ഒഴിച്ച്, അതായത് 50 വീക്കിൻ്റെ ആ ഒരു ഇതൊഴിച്ച് ബാക്കിയെല്ലാം 50 ആഴ്ചയുടെ ആ ഒരു പാക്കേജ് എക്സ്പാൻഡേഴ്സിന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവർക്ക് ചെയ്യാം. പ്രൊമോട്ടർ ആകുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അവർക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനുള്ള റെഫറൽ കോഡ് അവിടെ ജനറേറ്റ് ആവും. പിന്നെ അവർക്ക് ബൈനറി കിട്ടും. ഡയറക്റ്റ് റെഫറലിൻ്റെ 10%, ബൈനറി 10% അവർക്ക് കിട്ടും. ഓക്കെ, പ്രൊമോട്ടറായി നിൽക്കുന്ന ആൾക്കാർക്ക് വേറെ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ബൈനറി ഇൻകം കിട്ടും. ഡയറക്റ്റ് റെഫറായി വരുന്ന ആൾക്കാർക്ക് ഡയറക്റ്റ് റെഫറൽ എടുത്ത് വരുമ്പോൾ നമുക്ക് 10%, അതുപോലെ തന്നെ ബൈനറി മാച്ചിങ് നമുക്ക് 10% കിട്ടും. അത് USDT ആണെങ്കിലും കിട്ടും, IMC ആണെങ്കിലും കിട്ടും. ഓക്കെ, അവർ മിൻറ്റ് ചെയ്യാൻ വേണ്ടി കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന അതിന് എത്രയാണോ IMC എടുക്കുന്നത് അതിൻ്റെ 10%, എത്ര സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നു അതിൻ്റെ 10% നമുക്ക് ബൈനറി മാച്ചിങ് ആയി കിട്ടും. ബൈനറി സീലിംഗ് വരുന്നത് USDT ആണെങ്കിൽ പെർ ഡേ 500, അതുപോലെ IMC ആണെങ്കിൽ സീലിംഗ് 10,000 ആയിരിക്കും. ഓക്കെ, ഇതാണ് പ്രൊമോട്ടേഴ്സിന് കിട്ടുന്ന ആനുകൂല്യം. ഇനി എക്സ്പാൻഡേഴ്സിന് കിട്ടുന്ന ആനുകൂല്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ പ്രൊമോട്ടേഴ്സിന് എന്തൊക്കെ കിട്ടുന്നു ആ ആനുകൂല്യം തന്നെ ആയിരിക്കും. പക്ഷേ ഗ്ലോബൽ ടീമിൻ്റെ സപ്പോർട്ട് മുകളിൽ നിന്നും 15 പേര്, താഴത്ത് നിന്നും 15 പേര്, അവരെടുക്കുന്ന സബ്സ്ക്രിപ്ഷൻ പാക്കേജിൻ്റെ 0.5% USDT ആയിട്ടും 0.5% USDTക്ക് തത്തുല്യമായ IMCയും ഇവർക്ക് എക്സ്പാൻഡേഴ്സിന് കയറും. അതുമാത്രമല്ല റെഫർ ചെയ്യാനുള്ള റെഫറൽ ലിങ്കും അവർക്ക് ജനറേറ്റ് ആകും. പിന്നെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ എക്സ്പാൻഡേഴ്സിന് ഈ കോൺട്രാക്റ്റിൽ ഏത് കോൺട്രാക്റ്റ് വേണമെങ്കിലും അവർക്ക് സൈൻ ചെയ്യാം. ലേണേഴ്സ് കോഴ്സ്
അതായത് ലേണിംഗ് കോഴ്സ് അവർക്ക് ആദ്യം ലേണിംഗ് കോഴ്സ് എടുക്കണമെന്ന് നിർബന്ധമില്ല. അവർക്ക് നേരിട്ട് ഇതിൽ ഏത് പാക്കേജ് വേണേ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാം. അവർക്ക് ഏതും കോൺട്രാക്റ്റിലും ഇപ്പോൾ 50 വീക്കിൻ്റെ ആണെങ്കിലും 300 ഡേയ്സിൻ്റെ ആണെങ്കിലും 120 ഡേയ്സിൻ്റെ ആണെങ്കിലും 45 ഡേയ്സിൻ്റെ ആണെങ്കിലും അവർക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്യാം. 7 ഡേയ്സിൻ്റെ ലേണിംഗ് കോഴ്സ് അവർക്ക് കണ്ടക്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ 3 പാക്കേജിൻ്റെ കാര്യം പറഞ്ഞു. $10, $50, $200. ഈ 3 പേർക്കും വ്യത്യസ്ത രീതിയിലുള്ള ഇൻകം പാക്കേജ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എക്സ്പാൻഡേഴ്സിന് എന്താണ് അഡീഷണലായി കിട്ടുന്ന ബെനിഫിറ്റുകൾ. നമ്മളൊരു എക്സ്പാൻഡർ ആയാൽ പ്രൊമോട്ടറും എക്സ്പാൻഡറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോഴത്തേക്കും എക്സ്പാൻഡേഴ്സിന് ഏത് കോൺട്രാക്റ്റും സൈൻ ചെയ്യാം. അതായത് ഒരു ലേണിംഗ് കോഴ്സ് കണ്ടക്റ്റ് ചെയ്യാതെ തന്നെ 7 ഡേയ്സിൻ്റെ 7 ദിവസത്തെ ലേണിംഗ് കണ്ടക്റ്റ് ചെയ്യാതെ തന്നെ ഏത് കോൺട്രാക്റ്റും സൈൻ ചെയ്യാം. എന്നതിലുപരി വേറെ എന്ത് സ്പെഷ്യാലിറ്റിയാണ് എക്സ്പാൻഡേഴ്സിന് കിട്ടുക, അതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ എക്സ്പാൻഡേഴ്സ് വിശദമായിട്ട് ഇന്ന് ചർച്ച ചെയ്യാൻ പോവുകയാണ്. എക്സ്പാൻഡേഴ്സിൽ 2 തരം എക്സ്പാൻഡേഴ്സ് ഉണ്ട്. ഒന്ന് ആക്റ്റീവ് എക്സ്പാൻഡേഴ്സ്, രണ്ടാമത് മാസ്റ്റർ എക്സ്പാൻഡേഴ്സ്. എന്താണ് ഈ ആക്റ്റീവ് എക്സ്പാൻഡർ? ആക്റ്റീവ് എക്സ്പാൻഡർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സ്പാൻഡറായി അതിനുശേഷം നമ്മുടെ താഴത്ത് ഒരു പ്രൊമോട്ടറോ ഒരു എക്സ്പാൻഡറോ നമ്മുടെ താഴത്ത് ഡൗൺലൈനായിട്ട് വന്നാൽ നമ്മൾ ആക്റ്റീവ് എക്സ്പാൻഡറായി. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ആക്റ്റീവ് എക്സ്പാൻഡറെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ എക്സ്പാൻഡറായി നമ്മുടെ താഴത്ത് ഒരു പ്രൊമോട്ടറോ ഒരു എക്സ്പാൻഡറോ ID രജിസ്റ്റർ ചെയ്ത് വന്നാൽ നമ്മൾ ആക്റ്റീവ് എക്സ്പാൻഡറായി. നമ്മൾ ആക്റ്റീവ് എക്സ്പാൻഡർ ഗ്ലോബൽ ക്ലബിൽ നമ്മൾ മെമ്പറാകും. എന്താണ് അതിൻ്റെ ഗുണം? അപ്പോൾ ഗ്ലോബൽ ക്ലബിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ ആക്റ്റീവ് എക്സ്പാൻഡർ ഗ്ലോബൽ ക്ലബിൽ കയറിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് 15 എക്സ്പാൻഡേഴ്സിൻ്റെ ഗ്ലോബലി സപ്പോർട്ട് ഉണ്ടാവും. നമ്മൾ ആക്റ്റീവ് എക്സ്പാൻഡർ ആകുമ്പോൾ തന്നെ നമുക്ക് മുന്നിലുള്ള 15 ആക്റ്റീവ് എക്സ്പാൻഡേഴ്സിൻ്റെ ടീം നമുക്ക് വരും. പിന്നെ നമ്മൾ എക്സ്പാൻഡർ ആയതിനു ശേഷമുള്ള 15 അംഗ ടീമും വരും. അങ്ങനെ 30 ആക്റ്റീവ് എക്സ്പാൻഡേഴ്സ് ടീം നമുക്ക് സപ്പോർട്ടിനുണ്ടാവും. അവർ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ നിന്നും കിട്ടുന്ന ഏണിങ്സ് വിഡ്രോ ചെയ്യുമ്പോൾ അപ്പോഴൊക്കെ 1% വെച്ചിട്ട് നമുക്ക് കിട്ടും. അത് ഡെയിലി ആണെങ്കിൽ ഡെയിലി, 2 ദിവസം കൂടുമ്പോഴാണെങ്കിൽ 2 ദിവസം, 3 ദിവസം കൂടുമ്പോഴാണെങ്കിൽ 3 ദിവസം. ഈ 30 പേരും എപ്പോഴൊക്കെ വിഡ്രോ ചെയ്യുന്നു നമുക്ക് അപ്പോഴൊക്കെ 1% വെച്ചിട്ട് കയറും. അത് USDT ആണെങ്കിലും IMC ആണെങ്കിലും. എപ്പോൾ വരെ കിട്ടും? അടുത്ത 3 മാസം കാലയളവ് വരെ കിട്ടും. അതാണ് ആക്റ്റീവ് എക്സ്പാൻഡേഴ്സിൻ്റെ ഗുണം. വൺസ് നമ്മൾ ആക്റ്റീവ് എക്സ്പാൻഡർ ആയാൽ നമുക്ക് 30 ടീം വരും. ഈ 30 ടീമിൻ്റെയും ബെനിഫിറ്റ് നമുക്ക് ഈ 3 മാസം, അടുത്ത 3 മാസം വരെ നമുക്ക് ആസ്വദിക്കാമെന്നുള്ളതാണ്. ഇനി 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും ഇതിൻ്റെ പ്രോഫിറ്റ് ആസ്വദിച്ച് തീർന്നില്ല എങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ വീണ്ടും ഒരു എക്സ്പാൻഡറെ അല്ലെങ്കിൽ പ്രൊമോട്ടറെ നമ്മളവിടെ ഡൗൺലൈനായിട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത 3 മാസത്തേക്ക് എക്സ്പാൻഡ് ചെയ്യും. ഇല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ 2 3 പ്രൊമോട്ടറെയോ എക്സ്പാൻഡറെയോ നമ്മുടെ ഡൗൺലൈനിൽ വെച്ച് കഴിഞ്ഞാൽ, 1 വെച്ചാൽ 3 മാസമാണെങ്കിൽ, 2 വെച്ചാൽ 6 മാസം, 3 വെച്ചാൽ 9 മാസത്തേക്ക് നമുക്ക് ഈ ഒരു പ്രോഫിറ്റ്, ഈ നിൽക്കുന്ന 30 ടീംസിൻ്റെ അവരുടെ ആക്ടിവിറ്റീസ്, അവർ മിൻറ്റിങ് ചെയ്യുന്നവരാവാം, അവർ ആക്റ്റീവായിട്ട് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നവരാവാം, അവർ എന്തായാലും എക്സ്പാൻഡേഴ്സ് ആയിരിക്കും വരുന്നത്. പ്രൊഫഷണലുള്ള ആൾക്കാരായിരിക്കും എക്സ്പാൻഡേഴ്സ് ആയിട്ട് വരുന്നത്. സാധാരണ മിൻറ്റിങ് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററായി നിൽക്കുന്ന ആൾക്കാർ ഒരിക്കലും എക്സ്പാൻഡേഴ്സ് ആയി വരത്തില്ല. അപ്പോൾ നല്ല നല്ല ലീഡേഴ്സ് ആയിരിക്കും നമ്മുടെ ടീമിൽ വരിക. 30 പേരുടെയും ആക്ടിവിറ്റീസിൻ്റെ അവർ വിഡ്രോ ചെയ്യുന്ന അവസരങ്ങളിലെല്ലാം നമുക്ക് 1% ആയിട്ട് നമുക്കെന്താ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കും. ഈ ഒരു പ്രൊജക്റ്റ് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ?
ഞാനിതുവരെ കേട്ടിട്ടില്ല. പക്ഷെ നല്ലൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന USDT അപ്പോൾ തന്നെ നമുക്ക് $10 മുകളിലാണെങ്കിൽ വിഡ്രോ ചെയ്യാം. IMC നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മളൊരു മിൻറ്റിങ് ചെയ്തിരിക്കണം. ഇത്രയുള്ള അവിടെ ക്രൈറ്റീരിയ വരുന്നത്. അതായത് നമ്മളൊരു ആക്റ്റീവ് എക്സ്പാൻഡർ ആയി നമുക്ക് കിട്ടുന്ന ഈ 30 അംഗങ്ങളിൽ നിന്നും കിട്ടുന്ന വരുമാനം IMC ആയിട്ടും കിട്ടും, USDT ആയിട്ടും കിട്ടും. USDT നമുക്ക് $10 വന്നാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. അപ്പോൾ ഒരു ദിവസം തന്നെ $10 മുകളിൽ വരും, ചിലപ്പം 2 ദിവസം കൂടുമ്പോൾ $10 മുകളിൽ വരും. അവർ വിഡ്രോ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് 1% കയറിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് IMC ആണ് വരുന്നതെങ്കിൽ IMC നമുക്ക് ഡെയിലി വരുന്നതിന് കണക്കില്ല. അവർ വിഡ്രോ ചെയ്യുന്നതൊക്കെ 1% വെച്ച് നമുക്ക് കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ IMC നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മിൻറ്റിങ് കോൺട്രാക്റ്റിൽ സൈനഡ് ആയിരിക്കണം. ഇത്രയേ ഉള്ളൂ. അത് നമ്മൾ മിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കണം. അത് നമ്മൾ ചെയ്യുന്നവരാണ് തന്നെയാണല്ലോ. നമ്മൾ മിൻറ്റ് ചെയ്യാതെ വെറുതെ ഒരു എക്സ്പാൻഡർ ആയിട്ട് വന്ന് നിൽക്കത്തില്ലല്ലോ. നമ്മൾ മിൻറ്റിങ് ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏത് സമയത്തും ഈ 30 പേരുടെ ഇൻകം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇനി നിങ്ങൾക്ക് ഒരു പ്രൊഫഷനല്ല, നിങ്ങളൊരു ഇൻവെസ്റ്ററാണ്, നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് നല്ല ധാരണയുണ്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക്കായ പ്രൊജക്റ്റുകളെക്കുറിച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നതാണെങ്കിൽ അവർക്കും ഈ ഒരു പ്ലാൻ എടുക്കാം. കാരണം ഈ ഒരു കാലസമയത്ത് ഞാൻ പറഞ്ഞു മിൻറ്റേഴ്സ് ഫോഴ്സ് നമ്മുടെ ഓൾ ഓവർ ദ വേൾഡ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. അതിൻ്റെ ഭാഗമായി ഒരു കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായി അവർ ഒരു ബോണസ് വെച്ചിട്ടുണ്ട്. അതായത് മിൻറ്റേഴ്സ് ഫോഴ്സിൽ 25 മിൻറ്റേഴ്സ് ആക്റ്റീവ് മിൻറ്റേഴ്സ് 25 മില്യൺ ആക്റ്റീവ് മിൻറ്റേഴ്സ് വരുന്നവരെയോ അല്ലെങ്കിൽ മിൻറ്റേഴ്സ് ഫോഴ്സ് ഇത് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്നവരെയോ Q1 2025 അത് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് ആ സമയം ആ കാലയളവ് വരെ നമുക്കൊരു ബോണസ് ഇവർ തന്നിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു ആക്റ്റീവ് എക്സ്പാൻഡർ ആയാൽ അഡ്വാൻസ് ആയിട്ട് $200 IMC കോയിൻ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ അവർ അഡ്വാൻസ് തരും. അപ്പോൾ നമ്മൾ മുടക്കിയ $200 തത്തുല്യമായ IMC കോയിൻ നമുക്ക് വന്നു, നമുക്കത് വിഡ്രോ ചെയ്യാം. മാത്രമല്ല നമ്മൾ ആക്റ്റീവ് എക്സ്പാൻഡർ ക്ലബിൽ കയറുന്ന ആ ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് നമുക്ക് മുന്നിൽ നിൽക്കുന്ന 15 എക്സ്പാൻഡേഴ്സിൻ്റെ ടീമിൽ നിന്നുള്ള വരുമാനം വന്നു തുടങ്ങി. അത് ഏകദേശം ഒരു 26, എനിക്ക് ഏകദേശം ഒരു $26 ഉണ്ടായിരുന്നു. മാത്രമല്ല പിന്നെ 1400 സംതിങ് ബോണസ് ഉണ്ടായിരുന്നു. 17,000 സംതിങ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് അന്നത്തെ IMC കോയിൻ്റെ പ്രൈസിന് തത്തുല്യമായ USDTക്ക് തത്തുല്യമായ ഡോളറിന് തത്തുല്യമായ IMC കോയിൻ നമുക്ക് എന്ത് കിട്ടും? 200 വർത്ത് നമുക്ക് കിട്ടും. അത് നമുക്ക് വിഡ്രോ ചെയ്യാം. ഈ ഒരു ഓഫർ 25 മില്യൺ മിൻറ്റേഴ്സ് വരുന്നവരെയോ മിൻറ്റേഴ്സ് ഫോഴ്സ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്നവരെയോ മാത്രമേ കാണുകയുള്ളൂ. ഏതാണോ ആദ്യം വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഓഫർ ക്യാൻസൽ ആവും. അപ്പോൾ ഇപ്പോൾ നല്ലൊരു സുവർണ അവസരമാണ് മിൻറ്റേഴ്സ് ഫോഴ്സിൽ കയറി നിൽക്കാൻ. ഇതിപ്പോൾ ഞാൻ എൻ്റെ തുറന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ നമുക്ക് കാണാം എക്സ്പാൻഡേഴ്സ് എന്നുള്ളത് കാണാം. കണ്ടോ? ഇതിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതാണ് ആക്റ്റീവ് എക്സ്പാൻഡേഴ്സ് ക്ലബ്ബ്. ഞാൻ 2 പേർ ചെയ്തപ്പോൾ എനിക്ക് 6 മാസത്തേക്ക് കിട്ടി. കണ്ടോ? എൻ്റെ ക്ലബ്ബ് എക്സ്പയറി ആവുന്നത് മാർച്ച് 24, 2025 ആണ്. ഇത് അവരിൽ നിന്നും കിട്ടിയ ആദ്യത്തെ 15 പേരിൽ നിന്നും കിട്ടിയ USDTയുടെ കണക്കാണ്. കണ്ടോ? അവർ വിഡ്രോ ചെയ്യുമ്പോൾ ആദ്യത്തെ ആൾ $29 വിഡ്രോ ചെയ്തു. എനിക്ക് അതിൻ്റെ 1% 0.29 എൻ്റെ അക്കൗണ്ടിൽ കയറി. രണ്ടാമത്തെ ആൾ വിഡ്രോ ചെയ്തിട്ടില്ല, വിഡ്രോ ചെയ്യുമ്പോൾ അതും കയറും. അങ്ങനെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴത്ത് വീണ്ടും 2 പേര് വന്നിട്ടുണ്ട്. കണ്ടോ? മുകളിൽ 15 പേര് ഓൾറെഡി ഫില്ലായി. കാരണം നമ്മൾ ജോയിൻ ചെയ്തു, നമുക്ക് മുന്നിലുള്ള എക്സ്പാൻഡർ ടീമാണ്. ആൾറെഡി നമ്മളൊരു എക്സ്പാൻഡേഴ്സ് ക്ലബ് എക്സ്പാൻഡർ $200 വർത്ത് കൊടുത്ത് നമ്മൾ പാക്കേജ് എടുക്കുമ്പോൾ ആൾറെഡി നമുക്ക് എന്ത് കയറും? 15, 30 ഗ്ലോബൽ സപ്പോർട്ടുണ്ട്. അത് സാധാരണ മിൻറ്റേഴ്സ് ആവാം, ഇല്ലെങ്കിൽ ഇവരും ആവാം, അത് വേറെയാണ്.
അതല്ലാതെ എക്സ്ട്രാ ആയിട്ട് എക്സ്പാൻഡേഴ്സ് മാത്രമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമുക്ക് ഗ്ലോബലിൽ നിന്ന് കിട്ടുന്നത്. അത് മനസ്സിലാക്കണം. ആദ്യത്തേത് വേറെ, ഇത് രണ്ടാമത് വേറെ. ഓക്കെ, ആദ്യത്തെ ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. ഇത് കണ്ടിന്യൂസ് 3 മാസത്തേക്കായി ഇൻകം കിട്ടുക. അവിടെ നമ്മൾ ആ ഒരു ഇൻകത്തിൻ്റെ ബ്യൂട്ടി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ ടീമിൽ ഇപ്പോൾ ഏകദേശം 15 2 17 പേര് വന്നിട്ടുണ്ട്. കണ്ടോ അവരുടെ ഇൻകം. ഇനി നമുക്ക് IMC കിട്ടുന്നത്, അവർ വിഡ്രോ ചെയ്ത IMCയുടെ കണക്കാണ് കേട്ടോ ഇത്, അതിൻ്റെ കിട്ടുന്നത്. ഇനി നമുക്ക് അഡ്വാൻസ് കിട്ടിയത് ഇവിടെ കാണിക്കുന്നുണ്ടോ? അഡ്വാൻസ് കിട്ടിയത് 14,000, ടോട്ടൽ അഡ്വാൻസ് കിട്ടിയിരിക്കുന്നത് 17,079. അതിൽ ബേണിംഗ് പോയി. എന്തെടുത്താലും ബേണിംഗ് പോവും. എന്ത് നമ്മൾ വിഡ്രോ ചെയ്താലും അവിടെ ബേണിംഗ് ആൻഡ് എമിഷൻ വർക്കൗട്ട് ആവും. അഡ്മിൻ ഫീസായിട്ട് ഇത്ര പോയി, വിഡ്രോയിൽ ഇത്ര ഞാൻ അഡ്വാൻസ് വിഡ്രോ ചെയ്തു. ഇതെൻ്റെ വാലറ്റ് കിടപ്പുണ്ട്. പിന്നെ എൻ്റെ വാലറ്റ് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അസറ്റ് കാണിച്ചു തന്നാൽ 14,554, ഇപ്പോൾ ഏകദേശം $170 വർത്തുള്ള കോയിൻ കിടപ്പുണ്ട്. അതായത് $200 വർത്തുള്ള കോയിനായിരുന്നു. ഇപ്പം ശകലം ഒരിത്തിരി വില താന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരും. $200 വർത്തുള്ള IMC കോയിൻ നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടും. ഈ അഡ്വാൻസ് അപ്പോൾ സിസ്റ്റത്തിന് അറിയാം, സിസ്റ്റത്തിന് ഗ്യാരൻറ്റി ഉണ്ട്. എന്താണ്, നമുക്ക് അഡ്വാൻസ് തന്നാലും കറക്റ്റായിട്ട് EMI ക്ലോസ് ആവും. അത് ഈ സമയത്ത് ചിലപ്പോൾ 1 മാസം കൊണ്ടാവും ക്ലോസ് ആവുക. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുമ്പോൾ, ഈ ഒരു ബിസിനസ് ഫാസ്റ്റായിട്ട് മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അടുത്തടുത്ത മൂവ്മെൻറ്റുകളിൽ പെട്ടെന്ന് നമ്മുടെ EMI ക്ലോസ് ആകും. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ലാഭമാണ്, പ്രോഫിറ്റാണ്. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായ ഒരു പ്ലാനാണിത്. അത് സിസ്റ്റത്തിന് അറിയാവുന്നതുകൊണ്ടാണ്. ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു സിസ്റ്റത്തിൽ അത് കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അറിയാവുന്നത് കൊണ്ടാണ് നമുക്ക് എല്ലാം ഫുൾ ഓട്ടോമേറ്റഡ് ആണ്. നമ്മൾ ആക്റ്റീവ് എക്സ്പാൻഡർ ആയാൽ, ഈ ഒരു കാലയളവിൽ ആക്റ്റീവ് എക്സ്പാൻഡർ ആയാൽ നമുക്ക് എന്താണ്, എത്ര കിട്ടും? അഡ്വാൻസ് ആയിട്ട് തന്നെ $200 വർത്തുള്ള IMC വരും. നമുക്കത് അപ്പം തന്നെ വിഡ്രോ ചെയ്ത് നമുക്ക് $200 കിട്ടാം. ബാക്കിയുള്ളത് നമ്മളത് കയ്യിൽ നിന്ന് വെക്കുവാണെങ്കിൽ ബാക്കി $50 ചിലവേ ഉള്ളൂ അവിടെ. മനസ്സിലായോ? അപ്പോൾ അടുത്ത 3 മാസം നമുക്ക് ഈ നിൽക്കുന്ന 30 ആൾക്കാരുടെ ഇൻകം നമ്മൾ രുചിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത 3 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കയ്യിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്യും? $50 അടിക്കും. കാരണം ഈ 30 പേര് കട്ടാവാൻ പാടില്ല. 3 മാസത്തിനുള്ളിൽ നമ്മൾ ഒരാളെ അല്ലെങ്കിൽ $50 ഒരു പ്രൊമോട്ടറെ നമ്മൾ അവിടെ പ്ലേസ് ചെയ്തില്ല എങ്കിൽ നമ്മൾ ഈ ഗ്ലോബൽ ടീമിൽ നിന്നും, ആക്റ്റീവ് ഗ്ലോബൽ ടീമിൽ നിന്നും കട്ടാവും. പിന്നീട് നമ്മൾ എപ്പോഴാണോ ഒരു പ്രൊമോട്ടറെ വെക്കുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ ആക്റ്റീവ് ക്ലബ്ബിൽ കയറും. പക്ഷേ അന്നുണ്ടായിരുന്ന ടീം ആയിരിക്കത്തില്ല പിന്നീട് വരുന്ന ടീം. അതാണ് വ്യത്യാസം. നമുക്ക് ഇപ്പോൾ കിട്ടുന്ന നല്ല നല്ല ലീഡേഴ്സിന് ഇപ്പോൾ കിട്ടുന്ന ടീം ആയിരിക്കത്തില്ല പിന്നീട് നമ്മൾ ഒരു പ്രൊമോട്ടറെ പ്ലേസ്മെൻറ്റ് ചെയ്താൽ നമ്മൾ ആക്റ്റീവ് ക്ലബ്ബിൽ പോയാൽ കിട്ടുന്ന ടീം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ടീമിനെ കളയാതിരിക്കാൻ എവറി 3 മന്ത് കൂടുമ്പോൾ ഒരു പ്രൊമോട്ടറെ നമ്മൾ പ്ലേസ് ചെയ്താൽ മതി. 3 മാസത്തിനുള്ളിൽ വെച്ചാൽ മതി. ആ 3 മാസം വരെ നമുക്ക് ആസ്വദിച്ച് ആ ഒരു പ്രോഫിറ്റ് എടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ മിൻറ്റിങ്ങും ചെയ്യാം. ഇത് നമുക്ക് ഗ്ലോബൽ ടീമിൻ്റെ സപ്പോർട്ടാണ്. നമുക്ക് മിൻറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന റിവാർഡ് വേറെയാണ്. നമുക്ക് മിൻറ്റ് ഏത് പാക്കേജ് വേണേൽ എടുക്കാം. കാരണം നമ്മൾ എക്സ്പാൻഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് മിൻറ്റിങ് കോൺട്രാക്റ്റ് ഏത് വേണേൽ സൈൻ ചെയ്യാം. 3000-ൻ്റെയോ ഇല്ലെങ്കിൽ 15,000-ൻ്റെയോ 9,000-ൻ്റെയോ അങ്ങനെ ഏത് വേണേൽ എടുത്തുകൊണ്ട് നമുക്ക് ഡെയിലി മിൻറ്റ് ചെയ്ത് റിവാർഡ് അതും വേറെ മേടിക്കാം, ഇതും വേറെ മേടിക്കാം, അതും വേറെ മേടിക്കാം. അപ്പോൾ ഇതാണ് ആക്റ്റീവ് മിൻറ്റേഴ്സിൻ്റെ ഗുണം. അപ്പോൾ മിൻറ്റേഴ്സ് ഫോഴ്സിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി എനിക്ക് തോന്നിയ ഒരു പാക്കേജ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റമാറ്റിക് എന്ന് തോന്നിയാൽ ഈ ഒരു ആക്റ്റീവ് മിൻറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ആക്റ്റീവ് എക്സ്പാൻഡേഴ്സിൻ്റെ ഒരു ഇൻകം രീതിയാണ്. ഇനി തീർന്നില്ല. അടുത്ത ഒരു എക്സ്പാൻഡർ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ എക്സ്പാൻഡറാണ്. എന്താണ് മാസ്റ്റർ എക്സ്പാൻഡർ? മാസ്റ്റർ എക്സ്പാൻഡർ ആകണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു മാസ്റ്റർ എക്സ്പാൻഡർ ആയിരിക്കണം. നമ്മുടെ താഴത്ത് വരുന്ന എക്സ്പാൻഡേഴ്സിൽ മാസം ഡെയിലി IMC കോയിൻ വിഡ്രോ ചെയ്യുന്നത് 1000 ആയിരിക്കണം. ഇതാണ് ക്രൈറ്റീരിയ.
അപ്പോൾ ആക്റ്റീവ് എക്സ്പാൻഡറായ നമ്മൾ, അല്ലെങ്കിൽ സാധാരണ എക്സ്പാൻഡറായ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ താഴത്ത് ഒരു മാസ്റ്റർ എക്സ്പാൻഡർ ആകണമെങ്കിൽ സ്പോൺസർ ആദ്യം ഒരു മാസ്റ്റർ എക്സ്പാൻഡർ ആയിരിക്കണം. മാസ്റ്റർ എക്സ്പാൻഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ താഴത്ത് വരുന്ന നമ്മൾ 1000 IMC കോയിൻ മന്ത്ലി വിഡ്രോ ചെയ്യുന്ന ആളായിരിക്കണം. അതിപ്പോൾ മിൻറ്റിങ് ചെയ്തിട്ടാവാം, ഇല്ലെങ്കിൽ റെഫറൽ വെച്ചിട്ടാവാം, ഇല്ലെങ്കിൽ ആക്റ്റീവ് എക്സ്പാൻഡേഴ്സിൻ്റെ ടീമിൽ വന്നിട്ടാവാം. എങ്ങനെയാവാം, മന്ത്ലി 1000 നമുക്ക് വിഡ്രോ ചെയ്താൽ മതി. ഈസി അല്ലേ? വളരെ ഈസിയാണ് ഈ ഒരു ക്രൈറ്റീരിയ. അതായത് 30,000 എടുത്തു കഴിഞ്ഞാൽ മാസത്തിന് മുകളിൽ ഈ 10 ദിവസം 20 ദിവസം ആകുമ്പോൾ തന്നെ 1000 ആയി, അവൻ മാസ്റ്റർ എക്സ്പാൻഡറായി. മാസ്റ്റർ എക്സ്പാൻഡർ ആയുള്ള ഗുണം എന്താണ്? ലെവൽ ഇൻകം കയറും. അതാണ് അൺലിമിറ്റഡ് ഡെപ്തിൽ നിന്നും കംപ്രസ്ഡ് ലെവൽ ഇൻകം ആണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് എത്ര താഴത്ത് ഉള്ള ലെവൽ ആയാൽ പോലും അവനൊരു മാസ്റ്റർ എക്സ്പാൻഡർ ആണെങ്കിൽ അവൻ അപ്വേഡിലേക്ക് വരും, മുകളിലേക്ക് വന്നിട്ട് 8 മുതൽ 12% വരെ നമുക്ക് ലെവൽ ഇൻകം കയറും. അതാണ് ഇതിൻ്റെ ബ്യൂട്ടി. മനസ്സിലായോ? അപ്പം ലെവൽ ഇൻകം കയറണമെങ്കിൽ അവൻ മാസ്റ്റർ എക്സ്പാൻഡർ ആയിരിക്കണം. നമ്മൾ എക്സ്പാൻഡേഴ്സ് എന്ന് പറഞ്ഞ ക്ലബിൽ ഉണ്ടായിരിക്കണം. അതായത് $200 മുടക്കി പാക്കേജ് എടുക്കുന്നവർക്ക് ലെവൽ ഇൻകം കയറുമെന്ന് സാരം. പക്ഷേ ആ ലെവൽ ഇൻകം തന്നെ എത്രത്തോളം ഉണ്ട്? അൺലിമിറ്റഡ് ഡെപ്തിൽ നിന്നും കംപ്രസ്ഡ് ആയിട്ട് നമുക്ക് ലെവൽ ഇൻകം കയറും. മനസ്സിലായോ? ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഈ പ്ലാനുമായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ വളരെ വിശദമായിട്ട്, വളരെ സാധാരണക്കാർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഈ ഒരു പ്ലാൻ പ്രസൻറ്റ് ചെയ്തത്. ഇനി ഒരു ഇൻകം കൂടി ഇവിടെയുണ്ട്, ALP, അസോസിയേറ്റ് ലിക്വിഡിറ്റി പ്രൊവൈഡർ. അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം. അപ്പോൾ ഈ പ്ലാൻ മൊത്തമായി. പിന്നെ നമുക്ക് ട്രെയിനിങ് ആണ്, എങ്ങനെ നമുക്ക് ID രജിസ്റ്റർ ചെയ്യാം, മറ്റുള്ള കാര്യങ്ങളാണ്. നമുക്ക് ട്രെയിനിങ് സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ALP? ആക്റ്റീവ് അസോസിയേറ്റ് ലിക്വിഡിറ്റി പ്രൊവൈഡർ. അതിവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ALP സ്ലോട്ട് എന്ന് പറഞ്ഞ് കാണാം. അസോസിയേറ്റ് ലിക്വിഡിറ്റി പാർട്ട്നേഴ്സ് സ്ലോട്ട് കോൺട്രാക്റ്റ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്താണ് ALPയുടേത്? ALP എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യണമല്ലോ. ഒരു കോയിൻ ലിസ്റ്റ് ആക്കപ്പെട്ട് കഴിഞ്ഞാൽ ലിക്വിഡേഷൻ ഉണ്ടാകും. അവിടെ നമുക്ക് ട്രേഡ് ചെയ്യുമ്പോൾ ലിക്വിഡിറ്റി ആവശ്യമാണ്. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൈലൻറ്റ് പാർട്ട്ണർഷിപ്പ് പാർട്ട്ണറെയാണ് അസോസിയേറ്റ് ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് മിൻറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, അവർക്കൊന്നും ചെയ്യണമെന്ന് നിർബന്ധമില്ല. അവർ ഒരു സൈലൻറ്റ് പാർട്ട്ണറായിട്ട് നിൽക്കാം. പക്ഷേ ക്രൈറ്റീരിയ നമ്പർ 1, അവർ ഒരു എക്സ്പാൻഡർ ആയിരിക്കണം. അവരെന്താണ്? ഒരു $200 മുടക്കി പാക്കേജ് എടുത്തവരായിരിക്കണം. ക്രൈറ്റീരിയ നമ്പർ 2, അവരുടെ സ്പോൺസറും എക്സ്പാൻഡർ ആയിരിക്കണം. അതായത് നമ്മളൊരു $200 മുടക്കി ഒരു പാക്കേജ് എടുത്താൽ നമുക്ക് മുകളിൽ നമ്മളെ സ്പോൺസർ ചെയ്ത നമ്മുടെ അപ്ലൈനും എന്തായിരിക്കണം? എക്സ്പാൻഡർ ആയിരിക്കണം. നമ്പർ 3, നമ്മൾ എക്സ്പാൻഡർ ആയതിനു ശേഷം ആക്റ്റീവായിട്ട് 25 മിൻറ്റേഴ്സ് ഈ മിൻറ്റേഴ്സ് ഫോഴ്സിൽ വരണം. മനസ്സിലായോ? ഈസിയാണ്, വളരെ ഈസിയാണ്. ക്രൈറ്റീരിയ വളരെ ഈസിയാണ്. ക്രൈറ്റീരിയ 1, നമ്മൾ $200 ഒരു പാക്കേജ് എടുത്തിരിക്കണം. നമ്മുടെ അപ്ലൈൻ $200 ഒരു പാക്കേജ് എടുത്തിരിക്കണം. നമ്മൾ $200 പാക്കേജ് എടുത്തതിന് ശേഷം 25 മിൻറ്റേഴ്സ് ഈ മിൻറ്റേഴ്സ് ഫോഴ്സിൽ ആക്റ്റീവ് മിൻറ്റിങ് ആയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ ALP സ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് സ്ലോട്ടായിട്ട് തെളിയും. കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനുള്ള സ്ലോട്ടായിട്ട് തെളിയും. ഇവിടെ നമുക്ക് 1,00,000 IMC കോയിൻ കൊടുത്തുകൊണ്ട്, സ്റ്റേക്ക് ചെയ്തുകൊണ്ട്, മിൻറ്റ് ചെയ്യണ്ട, വെറുതെ സ്റ്റേക്ക് ചെയ്തുകൊണ്ട് ആ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാം. അപ്പോൾ ALP സ്ലോട്ട് എടുത്ത് സൈൻ ചെയ്യാം. അങ്ങനെ ചെയ്താൽ എന്താണ് ഗുണം? അങ്ങനെ ചെയ്താൽ എല്ലാ ദിവസവും മിൻറ്റേഴ്സ് ചെയ്ത്, അതായത് മിൻറ്റിങ് ചെയ്ത് ജനറേറ്റ് ആവുന്ന IMC കോയിൻ്റെ 25% ലിക്വിഡിറ്റി പൂളിൽ നിന്നും എടുത്ത് എത്ര പേരാണോ ഈ സ്ലോട്ട് എടുത്തിരിക്കുന്നത് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. മനസ്സിലായോ? അതായത് ഒരു ദിവസം മിൻറ്റ് ചെയ്ത ആൾക്കാർ IMC കോയിൻ എടുക്കുന്നുണ്ടല്ലോ,
ഇപ്പം ഞാൻ മിൻറ്റ് ചെയ്യുന്നു, ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് റിവാർഡ് എടുക്കുന്നു. അങ്ങനെ ഒരു ദിവസം മിൻറ്റ് ചെയ്ത് ജനറേറ്റ് ആവുന്ന IMC കോയിൻസിൻ്റെ 25% എടുത്ത് ലിക്വിഡിറ്റി പൂളിൽ നിന്നും എടുത്തുകൊണ്ട് ഈ അസോസിയേറ്റ് ലിക്വിഡിറ്റി പാർട്ട്ണറായി നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെ സ്ലോട്ട് എടുത്തിട്ടുണ്ടോ അവർക്കൊക്കെ ഈക്വലായിട്ട് വീതിച്ചു കൊടുക്കുന്നു. തീർന്നില്ല. അഡ്മിൻ ഫീസായിട്ട് ഇവിടെ കട്ട് ചെയ്യുന്ന എമൗണ്ട്, അതായത് സിസ്റ്റം അഡ്മിൻ ഫീസായിട്ട് കട്ട് ചെയ്യുന്ന എമൗണ്ട് ടോട്ടൽ പെർ ഡേ എത്രയാണെന്ന് നോക്കും. അതിൽ നിന്നും 10% ഇവർക്ക് ഈക്വലായിട്ട് വിധിച്ചു കൊടുക്കും. എന്താണ് ഗ്യാരണ്ടി? ഗ്യാരണ്ടിയാണ് മിനിമം പെർ മന്ത് 10,000 IMC കോയിൻ ഇവർക്ക് മിനിമം ഗ്യാരണ്ടിയാണ്. ഇനി മിനിമം ആയിട്ട് വന്നില്ലെങ്കിലോ, ഒരു മാസം ഞാൻ ഈ സ്ലോട്ട് എടുത്തു, എനിക്ക് ഒരു മാസം 7,500 വന്നുള്ളൂ. സിസ്റ്റം പറയുന്നു നിങ്ങൾക്ക് മിനിമം 10 കിട്ടും, 10 കിട്ടിയില്ല, നമുക്ക് 6,500 IMCയെ ALP സ്ലോട്ടിൽ നിന്നും വരുമാനമായി വന്നുള്ളൂ എങ്കിൽ സിസ്റ്റം അവിടെ 2,500 നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്ന് 10,000 ഫില്ല് ചെയ്യും. കാരണം സിസ്റ്റത്തിന് അറിയാം അടുത്ത ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ആ 10,000 നമുക്ക് 2,500 മൈനസിലേക്ക് പോയത് അവിടെ പ്ലസ് ആയി മേക്കപ്പ് ആവും. അപ്പം അത്രയ്ക്ക് ജെനുവിനായി അല്ലെങ്കിൽ അത്രയ്ക്ക് കറക്റ്റായിട്ട് അക്യുറേറ്റ് ആയിട്ട് സിസ്റ്റം ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മാസം നമുക്ക് 10,000 IMC കിട്ടിയില്ല, വരുമാനം കിട്ടിയില്ല എങ്കിൽ സിസ്റ്റം 2,500 നമുക്ക് തന്നുകൊണ്ട് 7,500 2,500 എന്തായി 10,000 തികച്ചുകൊണ്ട് അന്നത്തെ ആ മാസത്തെ വരുമാനം കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് പിറ്റത്തെ മാസത്തേക്ക് -2,500 സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ തന്നെയും അതവിടെ മേക്കപ്പ് ആവും. ഇനി അപ്പോഴും മേക്കപ്പ് ആയില്ലെങ്കിലോ, അപ്പോഴും ഇതേ സിസ്റ്റം ഇതേ റൊട്ടേഷൻ തന്നെ ആയിരിക്കും വീണ്ടും വരിക. മനസ്സിലായോ? ഗ്യാരണ്ടി ആയിട്ട് അവിടെ നമുക്ക് 10,000 മിനിമം IMC ALP സ്ലോട്ടിൽ നിന്നും വരുമാനമായി കിട്ടിയിരിക്കുക തന്നെ ചെയ്യും. ഇനി 10,000 മുകളിലാണെങ്കിൽ നമുക്കത് വിഡ്രോ ചെയ്തെടുക്കാം. ഇവർക്ക് മിൻറ്റിങ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, യാതൊരു ക്രൈറ്റീരിയയുമില്ല. ഒരു സൈലൻറ്റ് പാർട്ണറായിട്ട് നിന്നുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ചെയ്യാം. ഇനി എൻ്റെ താഴത്താണ് അല്ലെങ്കിൽ ഒരു എക്സ്പാൻഡറിൻ്റെ താഴത്താണ് ഒരു ALP സ്ലോട്ട് എടുത്ത ഒരു വ്യക്തി വരുന്നതെങ്കിൽ അയാൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ALP സ്ലോട്ടിൽ നിന്നും എൻ്റെ താഴത്ത് നിൽക്കുന്ന എൻ്റെ ഡൗൺലൈനിന് കിട്ടുന്ന വരുമാനത്തിൻ്റെ 10% എനിക്ക് കിട്ടും ആസ് എ സ്പോൺസർ ആയതുകൊണ്ട്. മനസ്സിലായോ? ഇതാണ് ALP സ്ലോട്ടിൻ്റെ. ഇപ്പോൾ എനിക്ക് ALP സ്ലോട്ട് വന്നിട്ടില്ല, കാരണം ഞാൻ എക്സ്പാൻഡറായി എനിക്ക് ശേഷം 25 ആക്റ്റീവ് മിൻറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ എനിക്ക് സ്ലോട്ട് തെളിഞ്ഞു വരും. 1,00,000 കോയിൻ എടുത്തുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ അസോസിയേറ്റ് ലിക്വിഡിറ്റി പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാം. വേണമെങ്കിൽ സൈൻ ചെയ്താൽ മതി, നിർബന്ധമില്ല. മനസ്സിലായോ? ഇതാണ് മിൻറ്റേഴ്സ് ഫോഴ്സിൻ്റെ A to Z പ്ലാൻ. വളരെ ലളിതമായ രീതിയിൽ അല്ലെങ്കിൽ സാധാരണപ്പെട്ട ഒരു മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ ഞാനൊരു സമയം എടുത്തുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കി തന്നത്. കാരണം ഞാൻ ഇതിൽ നിന്നും മനസ്സിലാക്കിയത് എന്താണോ അത് അതേപോലെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായ, ഇന്ന് വരെ നമ്മുടെ ഇന്ത്യയിൽ ഇതേപോലൊരു പ്ലാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്ലാൻ ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി ഒരാശയമാണ് ഈ മിൻറ്റേഴ്സ് ഫോഴ്സ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റിനെ കുറിച്ച് നിങ്ങൾ A to Z പഠിക്കാനുള്ള അവസരങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ സംശയങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന ഈ വീഡിയോയുടെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം ഞാനുമായിട്ട്. കാരണം ഇപ്പോൾ ഞാൻ നാട്ടിലില്ല, അല്ലെങ്കിൽ വാട്സപ്പിൽ കോൾ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്ത് തന്നുകൊണ്ട് നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ മിൻറ്റേഴ്സ് ഫോഴ്സിൻ്റെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ എയിം ചെയ്യാൻ നമുക്ക് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരികളിലേക്കും ഈ ഒരു അറിവിനെ നിങ്ങൾ പകർന്നു കൊടുക്കുക. ഓക്കെ, അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെങ്ങനെ ഐഡിയ അടിക്കും, ഇതിലെങ്ങനെ നമുക്ക് കോൺട്രാക്റ്റ് സൈൻ ചെയ്യാം, എങ്ങനെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാം, ഇതിനുള്ള എല്ലാ ട്രെയിനിങ്ങും നമ്മൾ തരുന്നുണ്ട്. എല്ലാ ട്രെയിനിങ്ങും വീഡിയോ ആയിട്ടും ഇല്ലെങ്കിൽ സൂമിലൂടെയും ലൈവായിട്ടും നിങ്ങളെക്കൊണ്ട് പഠിപ്പിച്ച് നിങ്ങൾക്ക്
പ്രാപ്തരാക്കി തരാൻ സന്നദ്ധരാണ് ഞാനും നമ്മുടെ ടീമും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതുകൊണ്ടൊന്നും പേടിക്കേണ്ട, ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇനി വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ക്രിപ്റ്റോയിലെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നമ്മൾ അലസായി ഇരിക്കാതെ എന്താണ് ക്രിപ്റ്റോ എന്നും എന്താണ് ബ്ലോക്ക് ചെയിൻ എന്നും എന്താണ് ഇനി നടക്കാൻ പോകുന്ന കാലഘട്ടങ്ങളിലെ ടെക്നോളജിപരമായിട്ടുള്ള അറിവുകൾ നമ്മൾ എവിടുന്ന് കിട്ടിയാലും സ്വീകരിക്കണം. ആ അറിവുകളൊന്നും പാഴായി പോവില്ല. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.